ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാവരും സുഖമായും സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന വേദഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനം 7:25. എബ്രായർ 7:25. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ആമീൻ. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ആമീൻ. ഈ വചനം യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ മഹത്വവും നമുക്ക് വേണ്ടി അവൻ നിരന്തരം ചെയ്യുന്ന മധ്യസ്ഥത്തിൻ്റെ ശക്തിയും വെളിപ്പെടുത്തുന്നു. ഇന്ന് ഈ വചനത്തെ ആധാരമാക്കി നമുക്ക് അല്പ കാര്യങ്ങൾ ചിന്തിക്കാം. ഒന്ന്, യേശുവിൻ്റെ നിത്യ പൗരോഹിത്യം. ഈ വചനം സദാ ജീവിക്കുന്നവൻ എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ നിത്യതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ലോകത്തിലെ മറ്റു പുരോഹിതന്മാർക്ക് മരണമുണ്ട്, അവരുടെ സേവനത്തിനൊരു അവസാനമുണ്ട്. എന്നാൽ യേശു മരണത്തെ ജയിച്ച് എന്നേക്കും ജീവിക്കുന്നു. അവൻ്റെ പൗരോഹിത്യം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇത് നമുക്കൊരു വലിയ ആശ്വാസമാണ്. നമ്മുടെ രക്ഷകൻ, നമ്മുടെ മധ്യസ്ഥൻ എപ്പോഴും ജീവിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അവൻ നമ്മോടൊപ്പമുണ്ട്. 2, നമുക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ. പക്ഷപാതം ചെയ്യാനെന്ന വാക്ക് ശ്രദ്ധിക്കുക. യേശു നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥം ചെയ്യുന്നു. നമ്മുടെ പാപങ്ങളും ബലഹീനതകളും മനസ്സിലാക്കി അവൻ നമ്മുടെ കാര്യം ദൈവത്തോട് സംസാരിക്കുന്നു. ഒരു അഭിഭാഷകൻ കോടതിയിൽ ഒരു വ്യക്തിക്ക് വേണ്ടി വാദിക്കുന്നത് പോലെ യേശു നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എത്ര ദുർബലരായാലും പാപം ചെയ്തു പോയാലും യേശു നമ്മെ കൈവിടുന്നില്ല. അവൻ നമ്മെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 3, പൂർണ്ണമായ രക്ഷ. പൂർണ്ണമായി രക്ഷിപ്പാൻ എന്നത് ഈ വചനത്തിൻ്റെ ഹൃദയമാണ്. യേശുവിൻ്റെ രക്ഷ അപൂർണമല്ല, അത് പൂർണ്ണവും സമ്പൂർണവുമാണ്. നമ്മുടെ പാപങ്ങൾ, വേദനകൾ, പരാജയങ്ങൾ എല്ലാം യേശുവിൻ്റെ കുരിശിൽ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. നമുക്കൊന്നിനും ഭയപ്പെടേണ്ടതില്ല. കാരണം നമ്മുടെ രക്ഷകൻ നമ്മെ പൂർണ്ണമായി രക്ഷിക്കാൻ പ്രാപ്തനാണ്. ഈ ലോകത്തിലെ യാതനകളോ ശത്രുവിൻ്റെ കെണികളോ നമ്മുടെ സ്വന്തം ബലഹീനതകളോ നമ്മെ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്തില്ല. 4, ദൈവത്തോട് അടുക്കാൻ. വചനം പറയുന്നു, താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർ യേശുവാണ് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്ന പാലം. അവനിലൂടെ അല്ലാതെ ആർക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്താൻ കഴിയില്ല. നമ്മുടെ പ്രാർത്ഥനകൾ, ആരാധന, ജീവിതം എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിന് സമർപ്പിക്കപ്പെടുന്നു. അവൻ്റെ മധ്യസ്ഥം നമുക്ക് ധൈര്യവും വിശ്വാസവും നൽകുന്നു. നമുക്ക് ഭയമോ സംശയമോ ഇല്ലാതെ യേശുവിൻ്റെ നാമത്തിൽ ദൈവസന്നിധിയിൽ എത്താം. നമ്മുടെ ജീവിതത്തിൽ ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? പ്രിയ സുഹൃത്തുക്കളെ, ഈ വചനം നമ്മോടൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നാം ഒറ്റയ്ക്കല്ല. ജീവിതത്തിൻ്റെ ഏത് നിമിഷത്തിലും സന്തോഷമോ ദുഃഖമോ വിജയമോ പരാജയമോ എന്തു തന്നെ ആയാലും യേശു നമ്മോടൊപ്പമുണ്ട്. അവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മെ ശക്തിപ്പെടുത്തുന്നു, നമ്മെ രക്ഷിക്കുന്നു. അതിനാൽ നമുക്ക് ധൈര്യത്തോടെ ജീവിക്കാം. നമ്മുടെ ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ കൈകളിൽ സമർപ്പിക്കാം. അവൻ്റെ മധ്യസ്ഥതയിൽ വിശ്വസിച്ച് ദൈവത്തോട് കൂടുതൽ അടുക്കാം. അതുകൊണ്ട് നമുക്ക് ഈ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കാം. യേശു നമ്മുടെ നിത്യ മഹാപുരോഹിതനാണ്. അവൻ നമുക്ക് വേണ്ടി എപ്പോഴും മധ്യസ്ഥം ചെയ്യുന്നു. നമ്മെ പൂർണ്ണമായി രക്ഷിക്കാൻ പ്രാപ്തനാണ്. ഈ വിശ്വാസത്തിൽ നമുക്ക് ജീവിക്കാം, ആനന്ദിക്കാം, ദൈവത്തെ സ്തുതിക്കാം. ആമീൻ. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഗൈസ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.